മുടി ബയോടെക്നോളജിയിലൂടെ. നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. വി ഡി സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇ.പി. ജയരാജൻ. വി ഡി സതീശൻ അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനെന്ന് വിമർശനം. അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഘമാണ് എന്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിന്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്ന ചിത്രമുണ്ടാക്കി. വൈദേകത്തിലെ ഭാര്യയുടെ ഓഹരി വിൽക്കാൻ നടപടി തുടങ്ങിയെന്നും ജയരാജൻ. ഇ.പിയുടെ ഭാര്യയുടെ പരാതിയിൽ DCC അംഗത്തിനെതിരെ കേസ്. വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കല്ല് ദേഹത്ത് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കുടുംബത്തിന് അർഹമായ സഹായം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും. കളമശ്ശേരിയിൽ നടുറോഡിൽ യുവതിയെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം. ഭർത്താവ് ആർഷലിൻ പോലീസ് കസ്റ്റഡിയിൽ. കുടുംബ പ്രശ്നങ്ങളെന്ന പ്രാഥമിക നിഗമനം. കൊച്ചി എളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ കുടിവെള്ളമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തും ദാഹമകറ്റാൻ മാർഗമില്ലാതെ പ്രദേശവാസികൾ. വർഷങ്ങളായുള്ള ആവശ്യങ്ങളോട് മുഖം തിരിച്ച അധികൃതർ. ഇന്ത്യ വെള്ളം തന്നേ പറ്റൂ. എവിടെ കുത്തണ്ടേ, ആർക്ക് കുത്തണം, വോട്ട് ആർക്ക് ചെയ്യണം, അതൊന്നും പറ. എല്ലാ വാഗ്ദാനവും പറഞ്ഞ് വീട് തോറും കയറി ഇറങ്ങാൻ സമയമുണ്ട് അവർക്കല്ലേ. ടാങ്കറിൽ വെള്ളമെത്തിക്കുമെന്ന് MLA, കളക്ടർ ഇടപെടുമെന്നും KN ഉണ്ണികൃഷ്ണൻ. മൂന്നാറിൽ പടയപ്പയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുന്നു. ആന ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാം പരിസരത്ത്. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താനായിട്ടില്ല. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പോരാട്ടം. മത്സരം രാത്രി 12:30 സൗദി അറേബ്യയിൽ. ഇന്ത്യക്ക് ജയം അനിവാര്യം. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കല്ല് വീണ് മരിച്ച അനന്തുവിന് വിട ചൊല്ലി നാട്. മൃതദേഹം സംസ്കരിച്ചു.